പൂർണ്ണമായും ഇരുട്ടിൽ മുങ്ങിയ ഒരു വലിയ ഹാൾ. നേരിയ നീല വെളിച്ചം മാത്രം ഇടയ്ക്ക് മിന്നിമറയുന്നു. മനുഷ്യരുടെ ഒച്ചപ്പാടുകളില്ല, പകരം യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന മെക്കാനിക്കൽ ശബ്ദങ്ങൾ മാത്രം. അതിനിടയിൽ അതിവേഗതയിൽ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന റോബോട്ടിക് കൈകൾ. മനുഷ്യരില്ലാത്ത, വെളിച്ചമില്ലാത്ത നിശബ്ദമായ ഒരു ഫാക്ടറി. ഇവിടെ ഷിഫ്റ്റുകളില്ല, വിശ്രമമില്ല. എന്തിന് ഫാനോ ലൈറ്റോ പോലും ഇവിടെ ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓട്ടോമേഷനും ചേർന്ന് പ്രവർത്തിക്കുന്ന ഇരുട്ട് നിറഞ്ഞ ഈ ഡാർക്ക് ഫാക്ടറി പ്രവർത്തിക്കുന്നത് അമേരിക്കയിലോ ജപ്പാനിലോ ഒന്നുമല്ല. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് ഇന്ത്യയുടെ അഭിമാനമായ പോളിമേടെക് എന്ന ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ചിപ്പ് ഫാക്ടറിയാണിത്. എന്തുകൊണ്ടാണ് ഇതിനെ ഡാർക്ക് ഫാക്ടറി എന്ന് വിളിക്കുന്നത്? മനുഷ്യ സാന്നിധ്യമില്ലാതെ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? നമുക്ക് നോക്കാം. സാധാരണ ഫാക്ടറികളിൽ മനുഷ്യർക്ക് ജോലി ചെയ്യാൻ വെളിച്ചവും വായുസഞ്ചാരവും മറ്റ് സൗകര്യങ്ങളും എല്ലാം വേണം. എന്നാൽ പോളിമേടെക്കിലെ ഈ ഫാക്ടറിയിൽ മനുഷ്യ സാന്നിധ്യം പോലും ആവശ്യമില്ല. പൂർണ്ണമായും റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാക്ടറി സെൻസറുകളും ഇൻഫ്രാറെഡ് രശ്മികളും ഉപയോഗിച്ച് ഇരുട്ടിലും കൃത്യതയോടെ പ്രവർത്തിക്കുന്നു. മനുഷ്യ സഹായം ആവശ്യമില്ലാത്തതിനാൽ തന്നെ ഹ്യൂമൻ എറർ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെയില്ല. ഇത് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. ജാപ്പനീസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പോളിമേടെക് എന്ന കമ്പനി ഇന്ത്യയിൽ വിപ്ലവം നടത്തുന്നത്. ഇവിടെ പ്രധാനമായും നിർമ്മിക്കുന്നത് ഒപ്റ്റോ സെമി കണ്ടക്ടറുകളാണ്. സ്മാർട്ട് ഫോണുകൾ, അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ, ഡ്രോണുകൾ, എന്തിന് നമ്മുടെ നഗരങ്ങളിലെ സ്മാർട്ട് ലൈറ്റിംഗ് സിസ്റ്റങ്ങളിൽ വരെ ഈ കുഞ്ഞൻ ചിപ്പുകളാണ് വിസ്മയങ്ങൾ തീർക്കുന്നത്. ദിവസേന ലക്ഷക്കണക്കിന് ചിപ്പുകളാണ് ഈ ഡാർക്ക് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. 2026ഓടെ പ്രതിദിനം 10 ലക്ഷം ചിപ്പുകൾ എന്ന വമ്പൻ ലക്ഷ്യത്തിലേക്കാണ് പോളിമേടെക് കുതിക്കുന്നത്. വെറുമൊരു നിർമ്മാണശാല എന്നതിലുപരി ചൈനയെയും തായ്വാനെയും ആശ്രയിക്കാതെ ചിപ്പ് നിർമ്മാണ മേഖലയിലും ഇന്ത്യക്ക് സ്വന്തം കാലിൽ നിൽക്കാമെന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിൽ ലോകശക്തിയാകാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ കാഞ്ചീപുരത്തെ പോളിമേടെക് എന്ന ഇന്ത്യൻ കമ്പനി ഒരു നിർണായക നാഴികക്കല്ലാണ്. ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു രാജ്യത്ത് നിന്ന് അമേരിക്കയും യൂറോപ്പും സിംഗപ്പൂരും ഉൾപ്പെടെയുള്ള വികസിത വിപണികളിലേക്ക് അതിനൂതന ചിപ്പുകൾ കയറ്റുമതി ചെയ്യുന്ന നിലയിലേക്ക് ഇന്ത്യ ഇന്ന് വളർന്നിരിക്കുന്നു. പ്രതിവർഷം 200 കോടി ചിപ്പുകൾ നിർമ്മിക്കാനുള്ള ശേഷിയും ഇന്റൽ, ഹണിവെൽ തുടങ്ങിയ ആഗോള ഭീമന്മാരുമായുള്ള പങ്കാളിത്തവും ഇന്ത്യയുടെ സാങ്കേതിക മികവിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 2026ഓടെ പ്രതിവർഷം 1000 കോടി ചിപ്പുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന പോളിമേടെക് സെമി കണ്ടക്ടർ രംഗത്ത് ഇന്ത്യയെ ഏഷ്യയിലെ തന്നെ പ്രധാന ഹബ്ബാക്കി മാറ്റുകയാണ്. ചിപ്പുകൾക്ക് പുറമെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത വെയിൻ ഫൈൻഡർ എന്ന ഉപകരണം വിപണിയിലിറക്കി പോളിമേടെക് ചരിത്രം കുറിച്ചു. ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിലെ ഞരമ്പുകൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ഈ ഉപകരണം ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു കമ്പനി തദ്ദേശീയമായി നിർമ്മിക്കുന്നത്. ഇതിന് ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരവും ലഭിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഇന്ത്യൻ കമ്പനിയുടെ സാമ്രാജ്യം. ചിപ്പ് ഡിസൈനിങ്ങിലും പാക്കേജിങ്ങിലും ആഗോള ആധിപത്യം ലക്ഷ്യമിട്ട് സിംഗപ്പൂർ, അമേരിക്ക, എസ്തോണിയ എന്നിവിടങ്ങളിലും പോളിമേടെക് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള സെമി കണ്ടക്ടർ ഇക്കോസിസ്റ്റത്തെ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജായി ഈ കമ്പനി മാറുകയാണ്. കാഞ്ചീപുരത്തിന് പുറമെ റായ്പൂരിലും പോളിമേടെക് തങ്ങളുടെ വിപുലീകരണത്തിന് തുടക്കമിട്ടു കഴിഞ്ഞു. ഏകദേശം 1143 കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ നടക്കുന്നത്. ഭാവിയിലെ 5G, 6G ആശയവിനിമയ സംവിധാനങ്ങൾക്ക് കരുത്തേകുന്ന അത്യാധുനിക ചിപ്പുകളാകും ഇവിടെ നിന്ന് ലോക വിപണിയിലേക്ക് എത്തുക. കാഞ്ചീപുരത്ത് നിന്ന് നിർമ്മിക്കുന്ന ഈ ചിപ്പുകൾ അമേരിക്കയിലേക്കും സിംഗപ്പൂരിലേക്കും യൂറോപ്പിലേക്കും കയറ്റുമതി ചെയ്യപ്പെടുന്നു. ഏകദേശം 8000 കോടി രൂപയുടെ നിക്ഷേപമാണ് വരും വർഷങ്ങളിൽ ഈ മേഖലയിൽ കമ്പനി ലക്ഷ്യമിടുന്നത്. ഇത് തമിഴ്നാടിനെ മാത്രമല്ല, ഇന്ത്യയെ തന്നെ ലോകത്തിന്റെ സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റും. സാങ്കേതിക വിദ്യ മനുഷ്യന്റെ പണി കളയുമോ എന്ന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ ലോകത്തോടൊപ്പം ഓടിയെത്താൻ ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പോളിമേടെക് നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യരില്ലാത്ത, വെളിച്ചമില്ലാത്ത ഈ ഫാക്ടറി നൽകുന്നത് ഇന്ത്യയുടെ ശോഭനമായ ഭാവിയിലേക്കുള്ള വെളിച്ചമാണ്.